പ്രതിപക്ഷ നേതാവ് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പ്രഷൻ അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞ എന്താണെന്നറിയോ, ഇതൊരു ഫെയർവെൽ ബജറ്റാണെന്നാണ് പറഞ്ഞത്. അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ സെൻസ് താങ്കൾക്ക് നന്നായി മനസ്സിലായല്ലോ. പ്രതിപക്ഷ നേതാവ് കേരളത്തിൽ വളരെ എല്ലാത്തിനും ഇത്ര നെഗറ്റീവായിട്ട് ഒരു സ്റ്റാൻഡ് എടുക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ് എൻ്റെ അനുഭവത്തിൽ ഞാൻ കേരളത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല. എൻ്റെ ഓർമ്മയിൽ ആദ്യത്തെ പ്രതിപക്ഷ നേതാവ് നമ്മൾ അനുഭവിച്ച പ്രതിപക്ഷ നേതാവ് പിന്നെ നമ്മൾ ഭരണത്തിലുള്ള കാലത്ത് മാറി മാറി വരാറുണ്ട്. LDF ഭരണത്തിലുള്ളപ്പോൾ നമ്മൾ അനുഭവിച്ചിട്ടുള്ള പ്രതിപക്ഷ നേതാവ് കരുണാകരനായിരുന്നു. കരുണാകരൻ പോലും ഇത്ര നെഗറ്റീവായിട്ടുള്ള നിലപാടെടുത്തിട്ടില്ല. ആൻ്റണി ഇങ്ങനത്തെ നെഗറ്റീവായിട്ടുള്ള നിലപാടെടുത്തിട്ടില്ല. ഉമ്മൻചാണ്ടി ഇങ്ങനത്തെ നെഗറ്റീവായിട്ടുള്ള നിലപാടെടുത്തിട്ടില്ല. എന്നിട്ട് ശ്രീമാൻ രമേശ് ചെന്നിത്തല പോലും ഒരു ടോട്ടൽ നെഗറ്റീവ് അപ്രോച്ച് ഒരു കാര്യത്തിലും എടുത്തിട്ടില്ല. ഇദ്ദേഹം ഉണരുന്നത് തന്നെ വളരെ നിഷേധാത്മകവും പ്രതിലോമകരവുമായിട്ടുള്ള സന്ദേശം ജനങ്ങളിലേക്ക് കൊടുക്കാനുള്ള ഒരു നെഗറ്റീവ് മുഖത്തോടു കൂടിയാണ് ഈ പ്രതിപക്ഷ നേതാവ് കേരള സമൂഹത്തെ അഭിസംബോധന ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു നെഗറ്റീവ് മുഖമുള്ള പ്രതിപക്ഷ നേതാവിൽ നിന്ന് ഇതിൽ കൂടുതൽ എന്താണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? അത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള ഫ്രസ്ട്രേഷൻ, പൊളിറ്റിക്കൽ ഫ്രസ്ട്രേഷൻ കൊണ്ടാണ് ഇങ്ങനത്തെ അഭിപ്രായങ്ങൾ പറയുന്നത്. രാഷ്ട്രീയമല്ലാതെ വേറെ ഒരു കാര്യവും ഇദ്ദേഹത്തിൻ്റെ ഈ പരാമർശത്തെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കാനാവില്ല.